90+ My Tuition App 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. UAE-യിൽ 1305 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് 11,533 ആക്റ്റീവ് കോവിഡ് കേസുകളെന്നും ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. UAE-യിൽ ഇന്ന് 1305 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 1,63,967 കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന ഒരാൾ കൂടി മരിച്ചതായും UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ഇതുവരെ 564 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 826 പേർ ഇന്ന് സുഖം പ്രാപിച്ചു. 1,51,870 പേർക്കാണ് ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടാനായതെന്നും UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം രാജ്യത്ത് കോവിഡ് ആക്റ്റീവ് കേസുകൾ വർദ്ധിക്കുകയാണ്. നിലവിൽ 11,533 പേരാണ് കോവിഡ് ബാധിച്ച് UAE-യിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറുകൾക്കിടയിൽ 1,36,352 പരിശോധനകൾ കൂടി UAE-യിൽ നടത്തി. ഐശ്വര്യ, 24, ദുബായ്. ഖത്തറിൽ 215 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 44 പേർ രാജ്യത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 171 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത്. 24 മണിക്കൂറിനിടെ 248 പേർ കൂടി രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,35,198 ഖത്തറിൽ ഇന്ന് കോവിഡ് മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകെ മരണം 237. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 2,631 പേരാണ്. ഇതിൽ 277 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 35 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമുണ്ട്. ഒരാളെയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. സക്കരിയ സലാഹുദ്ദീൻ, 24, ദോഹ. കുവൈറ്റിൽ 330 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 872 ഉയർന്നു. കുവൈറ്റിൽ മുൻ ദിവസങ്ങളിലെ അപേക്ഷിച്ച് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 330 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 1,41,547 വൈറസ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരാൾക്ക് കൂടി ഇന്ന് ജീവൻ നഷ്ടമായി. ഇതോടെ വൈറസ് ബാധിച്ച് 64 മലയാളികളടക്കം മരിച്ചവരുടെ ആകെ എണ്ണം 872 അതേസമയം രോഗമുക്തി നേടിയവരുടെ എണ്ണത്തിലും ഇന്ന് നേരിയ വർധനവുണ്ട്. 717 പേരാണ് രോഗമുക്തരായത്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 1,34,750 നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. 5,925 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇവരിൽ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണം 80 ആയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7,458 പേരിൽ കോവിഡ് പരിശോധന നടത്തിയതായും ഇതുവരെയായി രാജ്യത്ത് 10,75,651 പരിശോധനകളാണ് നടത്തിയതെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 24, കുവൈറ്റ്. സൗദി അറേബ്യയിൽ 322 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 428 പേർ സുഖം പ്രാപിച്ചു. രോഗമുക്തി നിരക്ക് 96.86% ഉയർന്നു. കോവിഡ് മൂലം 15 മരണം കൂടി സ്ഥിരീകരിച്ചു. സൗദിയിൽ ഇന്ന് 322 പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തപ്പോൾ 428 പേർ രോഗമുക്തരുമായി. കോവിഡ് കേസുകളുടെ ആകെ എണ്ണം 3,56,389 രോഗമുക്തരായവരുടെ എണ്ണം 3,45,215 ഉയരുകയും ചെയ്തു. 96.86% രോഗമുക്തി നിരക്ക്. 5 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. കോവിഡ് മരണസംഖ്യ ഇതോടെ 5,840 5,334 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 699 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. 51,831 സാമ്പിളുകൾ 24 മണിക്കൂറിനിടെ പരിശോധിച്ചു. 0.62% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ആകെ 94,53,444 സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്തു. ഇന്ന് കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത നഗരങ്ങളുടെ നിരക്ക് ഇങ്ങനെയാണ്: റിയാദ് 65, ജിദ്ദ 29, മക്ക 24, മദീന 22, ഉനൈസ, തായിഫ്, വാദിൽ, ദവാസിർ എന്നിവിടങ്ങളിൽ 19 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. സൗദിയിൽ കൂടുതൽ രോഗമുക്തി നേടിയ പ്രവിശ്യകളിവയാണ്: റിയാദ് പ്രവിശ്യ 115, മക്ക പ്രവിശ്യ 107, കിഴക്കൻ പ്രവിശ്യ 95, മദീന പ്രവിശ്യ 49, ജിസാൻ പ്രവിശ്യ 19. സുബൈറുദ്ദീൻ, 24, ദമാം.
ബഹ്റൈനിൽ 169 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 97 പേർ പ്രവാസികളാണ്. 71 പേർക്ക് സമ്പർക്കത്തിലൂടെയും ഒരാൾക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത്. നിലവിൽ 1510 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. വ്യാഴാഴ്ച ഒരാൾ കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു. 81 വയസ്സുള്ള സ്വദേശിയാണ് മരിച്ചത്. ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 84,335 ഉയർന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറെ അബുദാബി കിരീടാവകാശിയും UAE സായുധ സേനയുടെ ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബിയിലെ അൽ ഷാദി കൊട്ടാരത്തിൽ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം, പങ്കാളിത്തം എന്നിവയെക്കുറിച്ചും രാഷ്ട്രീയ, നിക്ഷേപ, സാമ്പത്തിക മേഖലകളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളിലെയും മാറ്റങ്ങളും പ്രതിരോധ നടപടികളും വിലയിരുത്തി. നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ജനതയ്ക്കും ഷെയ്ഖ് മുഹമ്മദ് ആശംസകൾ നേർന്നു. UAE വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ അൻവർ ബിൻ മുഹമ്മദ് ഗർഗാഷ്, അബുദാബി എക്സിക്യൂട്ടീവ് അഫയേഴ്സ് അതോറിറ്റി ചെയർമാൻ ഗൽദൂൻ ഖലീഫ അൽ മുബാറക്, അബുദാബി കിരീടാവകാശിയുടെ കോർട്ടിലെ അണ്ടർ സെക്രട്ടറി മുഹമ്മദ് മുബാറക്, ഇന്ത്യൻ പ്രതിനിധി സംഘം എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള നടപടികൾക്കായി ഇന്ത്യൻ എംബസി ശ്രമം തുടരുകയാണ്. അംബാസഡറും CDM-ഉം സിവിൽ ഏവിയേഷൻ അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ എംബസി പ്രസ് ആൻഡ് ഇൻഫർമേഷൻ സെക്രട്ടറിയും എയർ ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്തി. സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള ശ്രമം ഇന്ത്യൻ എംബസി അതീവ പരിഗണനയോടെ തുടരുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ അംബാസിഡറും DCM-ഉം സിവിൽ ഏവിയേഷൻ അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് എംബസി പ്രസ് ആൻഡ് ഇൻഫർമേഷൻ സെക്രട്ടറി അസീം അൻവർ എയർ ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി ഡയറക്ടറുമായും കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യയ്ക്കും സൗദി അറേബ്യയ്ക്കുമിടയിൽ എയർ ബബിൾ കരാർ നടപ്പാക്കുന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ച നടന്നത്. ഡിസംബർ ആദ്യവാരത്തിൽ ഇന്ത്യയിലെ ഏതാനും എയർപോർട്ടുകളിലേക്കും തിരിച്ചും വിമാന സർവീസ് ആരംഭിക്കാൻ ഉതകുന്ന വിധത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ വിവിധ രാജ്യങ്ങളുമായി സൗദി അറേബ്യ എയർ ബബിൾ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നാകട്ടെ 22 രാജ്യങ്ങളിലേക്ക് എയർ ബബിൾ കരാർ പ്രകാരം വിമാന സർവീസുകളും നടത്തുന്നുമുണ്ട്. സൗദി അറേബ്യയുമായി ഈ കരാറിൽ ഒപ്പുവെക്കാൻ ഇന്ത്യൻ സർക്കാർ സന്നദ്ധമാണ്. നിലവിൽ ഇന്ത്യക്കാർ ദുബായിൽ 14 ദിവസം താമസിച്ചാണ് റീ എൻട്രിയിലുള്ളവർ സൗദിയിലെത്തുന്നത്. ഇന്ത്യൻ അംബാസഡർ നേരത്തെ സൗദി സിവിൽ ഏവിയേഷൻ അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുമുള്ള ആരോഗ്യ പ്രവർത്തകർക്കും അവരുടെ കുടുംബങ്ങൾക്കും സൗദിയിലേക്ക് 14 ദിവസത്തെ നിബന്ധനയില്ലാതെ പ്രവേശനാനുമതി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്ന കാര്യത്തിലും ഉടൻ പ്രഖ്യാപനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രവാസികൾ. സുബൈറുദ്ദൂർ, 24, ദമാം. ദേശീയദിനത്തോടനുബന്ധിച്ച് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം 472 തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു. തടവിൽ കഴിയുന്ന നിരവധി രാജ്യങ്ങളിലെ പൌരന്മാരെയാണ് മോചിപ്പിക്കുന്നത്. നേരത്തെ UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ 628 തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടിരുന്നു. മാപ്പ് നൽകിയ തടവുകാർക്ക് പുതിയ ജീവിതം ആരംഭിക്കാനും അവരുടെ കുടുംബങ്ങളുടെ ദുരിതങ്ങൾ ലഘൂകരിക്കാനുമുള്ള അവസരം നൽകാനുള്ള ഷെയ്ഖ് മുഹമ്മദിന്റെ താൽപര്യത്തിന്റെ ഭാഗമായാണ് തീരുമാനം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ കർശന ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്ന് സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ. സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളും ശിക്ഷാർഹമാണ്. തടവിന് പുറമെ പിഴയും ശിക്ഷ ലഭിക്കുമെന്ന് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. കൂടാതെ 50,000 മുതൽ 5 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. കുറ്റകൃത്യം ആവർത്തിക്കുന്നവരിൽ നിന്ന് ഇരട്ടി സംഖ്യ പിഴ ഈടാക്കും. ശാരീരികവും മാനസികവുമായ പീഡനം, ലൈംഗികോപദ്രവം, സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുക, അശ്ലീല ചുവയോടെ സംസാരിക്കുക എന്നിവയെല്ലാം ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളാണ്. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ അനുവദിക്കില്ല. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾ നടത്തുന്ന അതിക്രമങ്ങളും അനുവദിക്കില്ല. രക്ഷിതാക്കൾ ഉത്തരവാദിത്വത്തിന്റെ പരിധി കടക്കാൻ പാടില്ല. വനിതാ ജീവനക്കാരോട് അപമര്യാദയോടെ പെരുമാറാൻ പാടില്ലെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. നസ്രുദ്ദീൻ BJ, 24, റിയാദ്. റിയാദിലെ ജ്വല്ലറികളിൽ നടത്തിയ പരിശോധനകളിൽ 115 നിയമലംഘനങ്ങൾ കണ്ടെത്തി. അനധികൃതമായി ജോലി ചെയ്ത വിദേശ തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തതായും അധികൃതർ അറിയിച്ചു. വാണിജ്യ മന്ത്രാലയം, മാനവശേഷി സാമൂഹിക വികസനകാര്യ മന്ത്രാലയം, നികുതി അതോറിറ്റി എന്നിവ സംയുക്തമായാണ് പരിശോധന നടത്തിയത്. നഗരത്തിലെ 142 ജുവലറികളിലാണ് പരിശോധന നടന്നത്. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടി സ്വീകരിച്ചു. വാണിജ്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാത്ത ജുവലറികളും ലൈസൻസ് കാലാവധി കഴിഞ്ഞ സ്ഥാപനങ്ങളും പരിശോധനയിൽ കണ്ടെത്തി. നിർമ്മാതാവിന്റെ ട്രേഡ് മാർക്ക് രേഖപ്പെടുത്താതെ പ്രദർശിപ്പിച്ച ആഭരണങ്ങളും പിടിച്ചെടുത്തു.
വാറ്റ് നിയമലംഘനങ്ങളും പരിശോധനയിൽ പിടികൂടി. ബെനാമി സംരംഭങ്ങളെയും പണം വെളുപ്പിക്കൽ സംഘങ്ങളെയും കണ്ടെത്തുന്നതിനാണ് പോലീസിന്റെ സഹായത്തോടെ വിവിധ വകുപ്പുകൾ പരിശോധന നടത്തിയത്. ആഭരണങ്ങളുടെ ഗുണമേന്മ ഉൾപ്പെടെയുള്ള പരാതികൾ 1900 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. സൗദി അറേബ്യയിൽ വരുന്ന 4 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ അതോറിറ്റി. പടിഞ്ഞാറൻ പ്രവിശ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ശീതക്കാറ്റ്, ആലിപ്പഴ വർഷം എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ 13 പ്രവിശ്യകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. മക്കയിലും പടിഞ്ഞാറൻ പ്രവിശ്യയിലെ തീരപ്രദേശങ്ങളിലും കനത്ത മഴ പെയ്യുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. റിയാദ്, ദമാം, മദീന, അൽബാഹ, അസീർ, ജസാൻ, ഹായിൽ, അൽകസീം, ഉത്തരാതിർത്തി പ്രവിശ്യ എന്നിവിടങ്ങളിൽ മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യതയുണ്ട്. ഇന്നും നാളെയും തായിഫ്, അർദിയാത്ത് എന്നിവിടങ്ങളിൽ സാമാന്യം ശക്തമായ മഴ പെയ്യും. വെള്ളി, ശനി ദിവസങ്ങളിൽ അൽകുർമ, ദുർബ, റാനിയ, അൽമോയ എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ലൈത്ത്, അൽ അതും, കുൻഫുദ എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ അതോറിറ്റി അറിയിച്ചു. രാജ്യത്തെ മറ്റു പ്രവിശ്യകളിൽ തിങ്കളാഴ്ച വരെ ഇടവിട്ട മഴ പെയ്യാനാണ് സാധ്യത. മലവെള്ളപ്പാച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസും മുന്നറിയിപ്പ് നൽകി. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനി തുർക്കി ആസ്ഥാനമായ അങ്കാറയിൽ എത്തിച്ചേർന്നു. ഖത്തർ തുർക്കി 6ാമത് ഉന്നത നയതന്ത്ര സമ്മേളനത്തിനു വേണ്ടിയാണ് അമീർ തുർക്കിയിലെത്തിയത്. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാനുമായി അമീർ കൂടിക്കാഴ്ച നടത്തി. അങ്കാറ വിമാനത്താവളത്തിൽ അമീറിനെ തുർക്കി ധനകാര്യമന്ത്രി ലത്തീഫി അൽവാൻ സ്വീകരിച്ചു. ദോഹയിൽ നിന്നുള്ള ഉന്നത ബിസിനസ് നയതന്ത്ര സംഘവും അമീറിനെ അനുഗമിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്ന നിരവധി കരാറുകളിൽ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഖത്തറും തുർക്കിയും തമ്മിൽ 1972 മുതൽ തന്നെ സഖ്യകക്ഷികളാണെങ്കിലും കഴിഞ്ഞ 3 വർഷമായി ആ ബന്ധം കൂടുതൽ ദൃഢമായിരുന്നു. അയൽ രാജ്യങ്ങൾ ഖത്തറിനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധ സമയത്ത് തുർക്കി നൽകിയ ശക്തമായ പിന്തുണയായിരുന്നു ഇതിന് കാരണം. 2019 തുർക്കിയിൽ നിന്ന് ഖത്തറിലേക്കുള്ള കയറ്റുമതി മുൻ വർഷത്തേക്കാൾ 10% വർദ്ധിച്ചത്. സക്കരിയ സലാഹുദ്ദീൻ, 24, ദോഹ. ജോലിക്കിടെ ഉണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മലപ്പുറം ചെമ്പാട് ഫൈസൽ പ്രമൺ റിയാദിൽ മരിച്ചു. 42 വയസ്സായിരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്ന് ഫൈസലിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം സമ്മതപത്രം നൽകിയിരുന്നു. ഇന്നാണ് മരണം സ്ഥിരീകരിച്ചത്. ഫൈസൽ പറമ്പന്റെ അവയവങ്ങൾ 5 പേർക്ക് പുതുജീവൻ സമ്മാനിക്കും. CCTV ടെക്നീഷ്യനായിരുന്ന ഫൈസൽ ജോലിക്കിടെ ഏണിയിൽ നിന്ന് വീണ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. റിയാദ് അൽ ഈമാൻ ആശുപത്രിയിലായിരുന്നു ചികിത്സ. കുവൈറ്റ് ഇന്ത്യൻ എംബസിയിൽ ഭരണഘടനാ ദിനം ആചരിച്ചു. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയോടെയാണ് എംബസിയിൽ ചടങ്ങ് ആരംഭിച്ചത്. ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫോട്ടോ എക്സിബിഷൻ ആരംഭിക്കുന്നതിൽ താൻ അതീവ സന്തുഷ്ടനാണെന്ന് അംബാസഡർ പറഞ്ഞു. സ്ഥാനപതി സിബി ജോർജ് അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വെർച്വലായി സദസ്സിനെ അഭിസംബോധന ചെയ്തു. എംബസി ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. 49ാമത് UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഷാർജയിൽ ട്രാഫിക് പിഴകളിൽ 50% ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ച് ഷാർജ പോലീസ്. ഡിസ്കൗണ്ട് പദ്ധതി 2020 ഡിസംബർ 2 ആരംഭിച്ച് 49 ദിവസം നീണ്ടു നിൽക്കും. ഗുരുതരമായ നിയമലംഘനങ്ങൾ ഒഴികെയുള്ള എല്ലാ ട്രാഫിക് നിയമലംഘനങ്ങളും ഡിസ്കൗണ്ടിൽ ഉൾപ്പെടുത്തുമെന്ന് ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സെയ്ഫ് അൽ സാരി അൽ ഷംസി പറഞ്ഞു. ആരാധകർ കാത്തിരുന്ന ഫോർമുല 1 ബഹ്റൈൻ ഗ്രാൻഡ് പ്രീ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. സഗീറിലെ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-നും വൈകിട്ട് 6-നും 90 മിനിറ്റ് വീതമുള്ള 2 പരിശീലന സെഷനുകൾ അരങ്ങേറും. 60 മിനിറ്റ് ദൈർഘ്യമുള്ള മൂന്നാമത്തെ പരിശീലനം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് നടക്കും. 5 മണിക്കാണ് യോഗ്യതാ റൗണ്ട് മത്സരം നടക്കുക. ഞായറാഴ്ച വൈകിട്ട് 5:10-നാണ് ഫൈനൽ മത്സരം. 5.412 കിലോമീറ്റർ സർക്യൂട്ടിലെ ട്രാക്ക് ടീമുകൾ വ്യാഴാഴ്ച വൈകിട്ട് പരിശോധിച്ചു. ഡ്രൈവർമാർക്കും എഞ്ചിനീയർമാർക്കും ട്രാക്കിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കുന്നതിനാണ് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മാർച്ചിൽ നടക്കേണ്ടിയിരുന്ന മത്സരം കോവിഡിനെ തുടർന്ന് മാറ്റി വെക്കുകയായിരുന്നു. എന്നാൽ ഫോർമുല 1 ബഹ്റൈനിലേക്ക് തിരിച്ചു വന്നപ്പോൾ 2 മത്സരങ്ങൾക്കാണ് വേദിയൊരുങ്ങുന്നത്. ബഹ്റൈനിൽ ആദ്യമായാണ് ഫോർമുല 1 ഡബിൾ ഹെഡർ നടക്കുന്നത്.
സാഖീറിലെ ബെഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ 27 മുതൽ 29 വരെ ഫോർമുല 1 ഗൾഫെയർ ഗ്രാൻഡ് പ്രീ നടക്കും. ഡിസംബർ 4 മുതൽ 6 വരെയാണ് ഫോർമുല 1 റോളക്സ് സഗീർ ഗ്രാൻഡ് പ്രീ മത്സരം. കോവിഡ് പ്രതിരോധ രംഗത്ത് മുൻനിരയിലുള്ള ആരോഗ്യ പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും മത്സരങ്ങൾ കാണുവാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരോടുള്ള ആദരസൂചകമായാണ് സീറ്റ് അനുവദിച്ചിരിക്കുന്നത്. ഇരട്ട മത്സരങ്ങൾക്ക് വേദിയൊരുക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ട് സിഇഒ ഷെയ്ഖ് സൽമാൻ ബിൻ ഇസ അൽ ഖലീഫ പറഞ്ഞു. ജോമോൻ കുരിശിങ്കൽ, 24 ബഹ്റൈൻ. അർജന്റീനയുടെ ഇതിഹാസ താരം ഡീഗോ മറഡോണയുടെ വിയോഗത്തിൽ ദുഃഖം പങ്കുവെച്ച് ഖത്തറികളുടെയും പ്രവാസികളുടെയും എല്ലാം സോഷ്യൽ മീഡിയ പേജുകളിൽ അനുശോചന സന്ദേശങ്ങൾ നിറഞ്ഞു. 2022 ഫിഫ ലോകകപ്പിനൊരുങ്ങുന്ന ഖത്തർ മറഡോണ സന്ദർശനം നടത്തിയ നിമിഷങ്ങൾ ഓർക്കുകയാണ്. 2005 നവംബർ 17 ആസ്പെയർ ഡോം ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളായ പെലെയും മറഡോണയും ഒന്നിച്ചുള്ള ചടങ്ങിന്റെ ദൃശ്യങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആസ്പെയറിൽ വാർത്താ സമ്മേളനത്തിലും മറഡോണ പങ്കെടുത്തു. ആസ്പെയർ അക്കാദമിയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം കുട്ടിത്താരങ്ങൾക്കൊപ്പം പന്ത് തട്ടുകയും ചെയ്തു. അന്നത്തെ ഖത്തർ സന്ദർശനത്തിനിടെ അൽസദ് ഫുട്ബോൾ ക്ലബിലും അദ്ദേഹം എത്തിയിരുന്നു. പരമ്പരാഗത അറബ് തലപ്പാവും ചെഗുവേരയുടെ ചിത്രം പതിച്ച ടീഷർട്ടും ധരിച്ചാണ് മറഡോണ സദ്യ ക്ലബിലെത്തിയത്. കുടുംബസമേതമാണ് അന്ന് മറഡോണ വന്നത്. പിന്നീട് 2012 പരിശീലകന്റെ വേഷത്തിലായിരുന്നു മറഡോണ ദോഹയിലെത്തിയത്. ദുബൈയുടെ അൽവാസിൽ ക്ലബിന്റെ പരിശീലകനായിരിക്കെ അൽക്കോറിനെതിരായ മത്സരത്തിനായാണ് മറഡോണയും ടീമും ദോഹയിലെത്തിയത്. മറഡോണയുടെ വിയോഗത്തിൽ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി സെക്രട്ടറി ജനറൽ ഹസൻ അൽ തവാദി അനുശോചിച്ചു. തന്റെ ബാല്യകാല നായകനും എക്കാലത്തെയും മഹാനായ ഫുട്ബോളറുമാണ് മറഡോണയെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. ജക്കരിയ സലാഹുദ്ദീൻ, 24 ദോഹ. ഇനി മറ്റു വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകരുടെ രാജ്യവ്യാപക പ്രതിഷേധത്തിനിടെ പരക്ക സംഘർഷം. കാർഷിക ബില്ലുകൾക്കെതിരായ 2 ദിവസത്തെ ഡൽഹി ചലോ മാർച്ചാണ് ഡൽഹി അതിർത്തികളിൽ തടഞ്ഞത്. പഞ്ചാബിൽ നിന്നെത്തിയ കർഷകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസ് ബാരിക്കേഡുകൾ തകർത്ത് ഹരിയാനയിൽ പ്രവേശിച്ച കർഷകർക്ക് നേരെ കർണാലിലും ജലപീരങ്കി പ്രയോഗമുണ്ടായി. ഡൽഹിയുടെ എല്ലാ അതിർത്തികളും അടച്ച് കർഷകരെ തടയാനാണ് സർക്കാരിന്റെ നീക്കം. എന്നാൽ കർഷകർ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ആവശ്യപ്പെട്ടു. തെറ്റിദ്ധാരണ മാറ്റാൻ കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ഡിസംബർ 3 ചർച്ചയ്ക്കായി കർഷകരെ ക്ഷണിക്കുന്നുവെന്നും കൃഷിമന്ത്രി പറഞ്ഞു. പുതിയ നിയമം കാലത്തിന്റെ ആവശ്യമാണെന്നും കേന്ദ്ര കൃഷിമന്ത്രി പ്രതികരിച്ചു. ഭരണഘടനാ ദിനത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം ഉയർത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയ്ക്കിടെയുള്ള തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമാകുന്നുവെന്നും അതിനാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് രാജ്യത്തിന് അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഭരണഘടനാ ദിനത്തിലായതുകൊണ്ട് തന്നെ ഈ സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. वन नेशन वन इलेक्शन सिर्फ एक चर्चा का विषय नहीं है, बल्कि ये भारत की जरूरत है. हर कुछ महीने में भारत में कहीं न कहीं बड़े चुनाव हो रहे होते हैं. ഇടയ്ക്കിടെയുള്ള തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമാകുന്നു എന്ന ആശയമാണ് പ്രധാനമന്ത്രി ഭരണഘടനാ ദിനത്തിൽ ഉയർത്തിയത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് രാജ്യത്തിന് അനിവാര്യമാണ്. നിലവിൽ രാജ്യത്ത് എല്ലാ മാസവും ഏതെങ്കിലും സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇതിന് മാറ്റം വേണം. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഒറ്റ വോട്ടർ പട്ടിക മതിയെന്നും ഈ ലക്ഷ്യത്തെക്കുറിച്ച് ഗൗരവകരമായ പഠനങ്ങളും ചർച്ചകളും നടക്കണമെന്നും മോദി പറഞ്ഞു. इसके साथ ही लोकसभा हो, विधानसभा हो या पंचायत चुनाव हो, इनके लिए एक ही वोटर लिस्ट काम में आए, इसके लिए हमें सबसे पहले रास्ता बनाना होगा. ഭരണഘടനാ ദിനത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. നേരത്തെ ബിജെപി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ അജണ്ടകളിലൊന്നാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഇത് പ്രകാരം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളടക്കം എല്ലാം ഒരു വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നടക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പായി നടത്താനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിനാവശ്യമായ ഭരണഘടനാ ഭേദഗതിയും നിയമനിർമ്മാണങ്ങളും ഇക്കാലയളവിനുള്ളിൽ നടത്തും. ബിജെപിയുടെ എക്കാലത്തെയും ആഗ്രഹമായ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലേക്കുള്ള ചുവടുവയ്പ് കൂടിയാണ് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞത്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.
മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകില്ല. രവീന്ദ്രൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കം EDക്ക് കത്തയച്ചു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായതുകൊണ്ട് ഹാജരാകില്ലെന്നാണ് അദ്ദേഹം കത്തിൽ അറിയിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ M ശിവശങ്കറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ED CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. കോവിഡാനന്തര പ്രശ്നങ്ങൾ കാരണം ഇന്നലെയാണ് CM രവീന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. CM രവീന്ദ്രന് പരിശോധനകൾ തുടരുകയാണെന്നും അദ്ദേഹത്തെ പരിശോധിക്കുന്ന ഡോക്ടേഴ്സ് അറിയിച്ചു. CM രവീന്ദ്രന്റെ ആശുപത്രിവാസത്തിൽ സംശയമെന്നായിരുന്നു KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി 24news.com സന്ദർശിക്കുക.